ഫ്രാക്ഷൻസ് യൂണിറ്റിലെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ ഡിവിഷൻ. രണ്ട് ഫ്രാക്ഷണൽ നമ്പറുകൾ തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഹാഫ് സ്ക്വയർ മീറ്റർ ആൻഡ് ദി ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 3/4 മീറ്റർ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് അതർ സൈഡ്? ഇതാണ് ചോദ്യം. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിരിക്കുന്നു, അതുകൂടാതെ ഒരു ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? അതിൻ്റെ ഒരു ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1/2 ഡിവൈഡഡ് വിത്ത് 3/4. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. എങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത്? നമുക്ക് ആദ്യത്തെ നമ്പർ എത്രയാണെന്ന് അറിയത്തില്ല. അതിനെ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? വി ഗോട്ട് 1/2. ഓക്കെ, ഇവിടെ നിങ്ങൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു നമ്പർ അറിയത്തില്ല, അതിനെന്താണ്? ദാറ്റ് നമ്പർ വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് 3/4. വി ഗോട്ട് 1/2 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിപ്രോക്കൽ പഠിച്ചു. എന്താണ്? ദി ന്യൂമറേറ്റർ will be converted into denominator and denominator converted into numerator. Okay, or numerator and denominator are interchanged. That fraction is known as reciprocal. Okay, അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ്? 1/2 ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് 3/4, that is 4/3 ഈക്വൽ ടു ദിസ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ വഴിക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/2, അതാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്, 1/2 ഇൻറ്റു 3/4 ഈക്വൽ ടു 4/6 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2/3. ഓക്കെ, 4/6 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2/3ക്ക് ഈക്വലാണ്. അന്നേരം ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? സൈഡ് ഈക്വൽ ടു 2/3 മീറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്തത് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മളിവിടെ ഹരിക്കുന്നതിന് പകരം ഓക്കെ 1/2 ഡിവൈഡ് ബൈ 3/4 എന്നതിന് പകരം നമ്മൾ എഴുതിയത് എന്താണ്? 1/2 ഇൻറ്റു 4/3. എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ഫ്രാക്ഷനെ ഒന്നാമത്തെ ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നതിന് പകരം രണ്ടാമത്തെ ഫ്രാക്ഷനെ ഒന്നാമത്തെ ഫ്രാക്ഷൻ കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലെ ഒന്നാമത്തെ ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു പ്രോബ്ലം ഇവിടെ നോക്കാം. ടു ഫിൽ 3/4 ഓഫ് എ വെസൽ 1.5 liters ഓഫ് വാട്ടർ ഈസ് നീഡഡ്. ഹൗ മച്ച് വാട്ടർ വുഡ് ഇറ്റ് ബി ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്? ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3/4 ഓഫ് എ വെസലാണ് 1/2 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവനും എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത് കണ്ടുപിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മളെ 1.5നെ 3/4 കൊണ്ട് ഹരിക്കുക. ഓക്കെ, 1.5 ഡിവൈഡ് വിത്ത് 3/4. നേരത്തെ ചെയ്തതുപോലെ നമുക്കൊന്നുകൂടെ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏതോ ഒരു സംഖ്യേനെ 3/4 കൊണ്ട് ഗുണിച്ചപ്പോൾ ഓക്കെ വെൻ വി മൾട്ടിപ്ലൈഡ് unknown number with 3/4 we got 1.5. okay, its opposite side നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ റെസിപ്രോക്കൽ റിവേഴ്സ് ചെയ്താണ്. എങ്ങനെയാണ്? 1/2 1/2 ഇൻറ്റു 3/4 will gives this number 4/3 will gives this number. ഓക്കെ, അവിടെ താഴെ എഴുതിയിരിക്കുന്നത് നോക്കുക. എങ്ങനെയാണ്? 1.5 മൾട്ടിപ്ലൈഡ് വിത്ത് 4/3. ഇവിടെ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത്? മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 1.5 ഡിവൈഡ് വിത്ത് 3/4. നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ സംഖ്യയെ റെസിപ്രോക്കൽ എടുത്ത് ആദ്യ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഡിവൈഡ് ചെയ്യുന്നതിന് ആദ്യത്തെ രണ്ട് ഫ്രാക്ഷനുകളിൽ ആദ്യത്തെ ഫ്രാക്ഷനോ രണ്ടാമത്തെ ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്തു? ആദ്യത്തെ ഫ്രാക്ഷനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു.
ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷനും അതുപോലെ തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് രണ്ടിനെയും ഇംപ്രോപ്പർ ആക്കുന്നു. 3/2 ഇൻറ്റു 4/3 വിച്ച് ഈസ് ഈക്വൽ ടു 12/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലിറ്റേഴ്സ്. അത് എത്രയാണ്? ടോട്ടൽ നിറയ്ക്കാൻ എത്ര ലിറ്റർ വേണം? നമുക്ക് 2 ലിറ്റർ ഉണ്ടെങ്കിൽ ടോട്ടൽ ബോട്ടിൽ നമുക്ക് നിറയ്ക്കാൻ സാധിക്കുമെന്ന് കിട്ടും. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ജനറലി ഡിവിഷൻ ബൈ എ ഫ്രാക്ഷൻ ഈസ് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി റെസിപ്രോക്കൽ. ഡിവിഷൻ ബൈ എ ഫ്രാക്ഷണൽ ഈസ് ദി മൾട്ടിപ്ലിക്കേഷൻ ബൈ ദി റെസിപ്രോക്കൽ. ഓക്കെ, ഒരു ഫ്രാക്ഷനെ കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എല്ലാവരും ഓർത്തിരിക്കുക. ഒരു എക്സാമ്പിൾ ഇവിടെ താഴെ തന്നിരിക്കുന്നു. ചെറിയ വ്യത്യാസമുള്ള എക്സാമ്പിളാണ്. നൗ look at this problem. 2 liters of oil is to be stored in 3/4 liters of bottle. How many bottles are needed? 12 ലിറ്റർ ഉണ്ട്, 3/4 ലിറ്ററിൻ്റെ ബോട്ടിലാണുള്ളത്. എത്ര ബോട്ടിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? 12 ഡിവൈഡ് ബൈ 3/4. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് എന്താണ്? ഇഫ് we divide with a fraction, we should take the reciprocal and multiply that fraction. ഓക്കെ, നമ്മളിവിടെ 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3 എടുക്കുന്നു. താഴെ നോക്കിയാൽ മതി. 12 ഇൻറ്റു, അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത്. 12 ഇൻറ്റു 4/3 ഈക്വൽ ടു, നമുക്കെങ്ങനെ എഴുതാം? ഇവിടെ ഹരിക്കാനുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് 3നെ 12 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇവിടെ എന്ത് വരും? 4 വരും. 4 ഇൻറ്റു 4 16 നമുക്ക് എഴുതാൻ സാധിക്കും. എത്ര ബോട്ടിൽ വേണം? 16 ബോട്ടിൽ നമുക്ക് ആവശ്യമുണ്ട്. പുസ്തകത്തിലെ ചോദ്യങ്ങളുടെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ 16 meter road is cut into 2/3 meter pieces. How many pieces do we get? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 16 divided with 2/3, okay, which is equal to 16. നോക്കിയാൽ മതി. എങ്ങനെയാണ്? ദി ഡിവിഷൻ വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. സോ we must take the reciprocal. Reciprocal of 2/3 is 3/2. Okay, so 16 into 3/2 which is equal to 24. Okay, നമുക്ക് എന്ത് പറയാം? ആൻസർ എത്രയാണ്? We got 24 is the answer. Next, second question. 5¼ liter of water is to be stored in 3/4 liter of bottle. How many bottles do we need? Okay, 5¼ liter വാട്ടർ ഉണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ ബോട്ടിൽ എത്രയാണ്? 3/4 ലിറ്റർ ആണ്. ഓക്കെ, എത്ര എണ്ണം വേണമെന്നുള്ളതാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? We must divide with 5/4 3/4, that is 5/4 divided with 3/4. നമുക്കറിയാം എന്ത് ചെയ്യണം? We must convert divide with multiplication if we take the reciprocal. So we can write 4 5 1/4 നെ എങ്ങനെ എഴുതാം? 4 into 5 20 plus 1 21/4 എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, 5/4 21/4 എന്ന് എഴുതുന്നു. Division is converted into multiplication. So we take the reciprocal of 3/4, that is 4/3. So we got that, which is equal to 3യും 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. ഓക്കെ, 3യും ഇതോടെ പോയിട്ട് 27 ഹരിച്ചിട്ടുണ്ടെങ്കിൽ we got the 7 answer. So we need 7 bottle. Third problem. 12.5 kilogram of sugar is to be packed in 2.5 kilogram bag. How many bags do we need? Okay, ഇവിടെ നമ്മൾ നോക്കേണ്ടത് 12.5 kg ആണുള്ളത്. ഓക്കെ, ഡിവൈഡഡ് വിത്ത്, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതിന്? യു മസ്റ്റ് ഡിവൈഡഡ് വിത്ത് 2.5 kg. ഓക്കെ, 2.5 kg. So 12.5 we can convert it into 2 into 12, 24 plus 1, 25/2. So 12/2 converted into 25/2. Next one,
2.5 is converted into 2 into 2, 4 plus 1, 5 by 2, that is 5 by 2. Okay, നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? If we divide with a fraction, we take the reciprocal and multiply with it. So the reciprocal of 2 by 5 by 2 is 2 by 5. So 25 by 2 into 2 by 5. Okay, 5 into 5 എന്ന് പറയുന്ന 5 ആണ്. 2 2 cancel ആയിപ്പോയി. So we got the answer 5. Okay, എത്ര പാക്കറ്റ് നമ്മൾ ആവശ്യമുണ്ട്? 5 പാക്കറ്റ് ആവശ്യമുണ്ടാവും. Okay, next one, fourth one, the area of a rectangle is 12.5 square centimeters and the length of one of its side is 3.75 centimeter. What is the length of other side? നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ള പ്രോബ്ലമാണ്. ഏരിയ തന്നിരിക്കുന്നു, ഒരു സൈഡ് തന്നിരിക്കുന്നു, അടുത്ത സൈഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 12.5 ഡിവൈഡഡ് വിത്ത് 3.75, okay, which is equal to 12 into 2, that is 24, plus 1, that is 25 by 2. Okay, നമുക്ക് 12 1 by 2 25 by 2 നമുക്ക് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് വൺ 3/4 എങ്ങനെയാണ്? 12 plus 3, that is 15 by 4 എന്ന് എഴുതാം. 3/4 15 by 4 നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി എന്താണ് ചെയ്യേണ്ടത്? വി മസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ് ടൈം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. എന്താണ്? ദാറ്റ് ഈസ് വി മസ്റ്റ് ഡിവിഷൻ വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷനായി മാറും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 25 by 2 ഇൻറ്റു വരുന്ന സമയത്ത് വി ഷുഡ് ടേക്ക് ദി റെസിപ്രോക്കൽ ഓഫ് 15 by 4, ദാറ്റ് ഈസ് 4 by 15. സോ ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഇതോടെ പോകുമ്പോൾ മുകളിൽ 2 വരും. ദെൻ ബോട്ടം സൈഡിൽ 15 ഇവിടെ 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. താഴെ ബോട്ടം സൈഡിൽ 3 കിട്ടും, ഇവിടെ 5 ആയിരിക്കും. ഓക്കെ, സോ 5 into 2 10 by 3. So the answer is 10 by 3. Okay, and the final question, from 11.5 meter rope 2.5 meter pieces are cut out. How many pieces do we get? What is the length of remaining piece? Okay, ഇവിടെ ചോദിച്ചിരിക്കുന്നത് so 11.5 divided with the 2.5. Okay, we can convert this term into 11.5. നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ്? that is 11.5, 2 into 11 22 plus 1, that is equal to 23 by 2. Okay, 23 by 2. 2.5 can be converted into 2 into 2, that is 4 plus 1, 5 by 2. Okay, so multiplying that section, if we want to divide it with a fraction, we take the reciprocal and multiply that fraction, that is 23 by 2. Okay, 23 by 2 into 2 by 4. Okay, 2 by 4, that is equal to 2 2 cancel ആയി കളയാം. ബാക്കി എന്താണ്? 23 by 5. ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദി ലെങ്ത് ഓഫ് ദി റിമൈനിങ് പീസസ്. ഓക്കെ, ഹൗ മെനി ടോട്ടൽ പീസസ്? മുഴുവനായിട്ട് 23 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്നത് 4 ആണ്. സോ 4 മുഴുവൻ പീസ് കിട്ടും. ഓക്കെ, പിന്നെ ബാക്കി വരുന്നത് എത്രയാണ്? ഇത് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്. ലെങ്ത് ഓഫ് റിമൈനിങ് പീസ് എത്രയായിരിക്കും? 3 by 5 മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, 3 by 5 മീറ്റർ ആയിരിക്കും അതിൻ്റെ അകത്ത് റിമൈൻ ചെയ്യുന്ന പാർട്ട് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.